വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതൊന്നുമല്ല ഇനി വരാനിരിക്കുന്നത്. ഇപ്പോൾ 800 മീറ്റർ മാത്രം നീളമുള്ള ബർത്ത് 2000 മീറ്ററിലേക്ക് വളരും. നിലവിൽ 3 കിലോമീറ്റർ ഉള്ള ബ്രേക്ക് വാട്ടർ ഇതിനനുസരിച്ച് ദൈർഘ്യമുള്ളതാകും. ഒരു സമയം 4-5 മദർഷിപ്പുകൾ തീരത്ത് നങ്കൂരമിടുക എന്ന കാര്യം യാഥാർത്ഥ്യമാവുകയും ചെയ്യും. മെയ് 2-ന് പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. നിർമ്മാണം പൂർത്തിയാക്കി വിഴിഞ്ഞം തുറമുഖം ഇതിനകം തന്നെ പ്രവർത്തനം ആരംഭിച്ചു. അദാനി ഗ്രൂപ്പിന് പ്രാഥമിക വരുമാനം ലഭിക്കുന്നു. സർക്കാരിന് GST വിഹിതവും. പ്രവർത്തന ലാഭവിഹിതം സർക്കാരിന് ലഭിക്കുക 2034 മുതൽ. ഓഗസ്റ്റ് 17 മുതൽ തുടങ്ങിയ യാത്ര കടമ്പകൾ ഒരുപാട് തരണം ചെയ്തു. ഓഖി ദുരന്തം, കോവിഡ് കാലം, തുറമുഖത്തിനെതിരെയുള്ള സമരം, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ്, പ്രതികൂല കാലാവസ്ഥ, അങ്ങനെ നീണ്ട പ്രതിസന്ധികൾ. ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ചത് പിണറായി സർക്കാർ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മുന്നൊരുക്കങ്ങൾ നേരിട്ടെത്തി മുഖ്യമന്ത്രി വിലയിരുത്തി. തുറമുഖത്തിന്റെ 1ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഡിസംബറോടെ 2ാം ഘട്ട പ്രവർത്തനങ്ങളും ആരംഭിക്കും. 1ാം ഘട്ടത്തിൽ ബെർത്തിന്റെയും പുലിമുട്ടിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത്. 2700 മീറ്റർ പുലിമുട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി 300 മീറ്റർ പുലിമുട്ട് നിർമ്മാണം നടക്കാനുണ്ട്. 2ാം ഘട്ടത്തിൽ ബെർത്തും പുലിമുട്ടും ആഴിമല ഭാഗത്തേക്ക് നീളും. വിഴിഞ്ഞം വമ്പൻ തുറമുഖമാകുമെന്ന് ഉറപ്പ്. നിലവിൽ 1ാം ബെർത്തിൽ MSCയുടേതടക്കം കൂറ്റൻ ചരക്ക് കപ്പലുകളാണ് എത്തുന്നത്. ഓട്ടോമാറ്റിക് നാവിഗേഷൻ സിസ്റ്റമാണ് തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. വെസൽ നാവിഗേഷൻ സിസ്റ്റം 20 നോട്ടിക്കൽ മൈൽ അകലെയുള്ള മറ്റ് കപ്പലുകളിൽ നിരീക്ഷിക്കാവുന്ന രീതിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന്റെ വാതായനമായി മാറുകയാണ് വിഴിഞ്ഞം തുറമുഖം. ദ്രുതഗതിയിലാണ് തുറമുഖത്തിന്റെ പ്രവൃത്തികൾ മുന്നേറുന്നത്. പ്രധാനമന്ത്രി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ ഇന്ത്യയുടെ അഭിമാനമായി വിഴിഞ്ഞം മാറും. സന്തോഷ് മണക്കാടിനൊപ്പം VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.